ഇതുപോലെ നല്ല പൊള്ളച്ച് വരുന്ന സോഫ്റ്റ് ചപ്പാത്തി എണ്ണയോ നെയ്യോ വെണ്ണയോ ബട്ടറോ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ആവശ്യമുള്ള ആട്ടമാവ് എടുക്കുക, അതിലേക്ക് ഉപ്പ് ചേർക്കുക, ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് കുഴയ്ക്കാനാണ് നമ്മൾ നാളികേരപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ എത്ര പൊടി എടുക്കണേ അതിൻ്റെ പകുതി ഓളം നാളികേരപ്പാൽ ആവശ്യം വരും. അത് പിന്നെ കുഴച്ച് നോക്കിയിട്ടാണ് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ വേരിയേഷൻ വരുന്നുണ്ടാ അളവിൽ. പൊതുവേ അപ്പോൾ 1 കപ്പ് പൊടി എടുത്താൽ അതിൻ്റെ 1/2 കപ്പ് നാളികേരപ്പാലാണ് ആവശ്യം വരിക. ഇനി പൊടിയുടെ അതനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും. അപ്പോൾ നമ്മൾ നാളികേരപ്പാൽ കുറച്ച് അധികം എടുത്ത് വയ്ക്കുക, എന്നിട്ടിങ്ങനെ ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ച് നോക്കുക. ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെയ്യില്ലേ, അതുപോലെയൊക്കെ ചെയ്ത് പൊടി നല്ല സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതിനെങ്ങനെ ഇതൊന്നും നോക്കണ്ട. ആരെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്ത ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം കൂടെ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഒന്ന് തീർത്തു. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക തന്നെ. എത്രയ്ക്കുള്ളൂ ചപ്പാത്തി കുഴയ്ക്കാനായിട്ട്? ആദ്യമൊക്കെ ചപ്പാത്തി കുഴയ്ക്കാൻ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല, പിന്നെയാണ് ചപ്പാത്തി കുഴയ്ക്കാൻ പഠിച്ചത്. അപ്പോൾ വെള്ളം കൂടി പോകരുത്, കൂടിപ്പോയാൽ നമുക്ക് പരത്തിയിട്ട് പിന്നെ ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ കുറഞ്ഞു പോയാൽ ചപ്പാത്തി അധികം സോഫ്റ്റ് ആവില്ല. അപ്പോൾ പാകത്തിനുള്ളത് എടുക്കുക. ആദ്യം റഫായിട്ട് ഇങ്ങനെ കുഴച്ച് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും അങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞ് തുറന്ന് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ കുഴച്ചെടുത്താൽ മതിയിട്ടാ. പിന്നെ ഇതുപോലെ അത് വേണമെങ്കിൽ ഇതിന് മുകളിൽ എണ്ണ തടവാം, പക്ഷേ എണ്ണ തടവേണ്ട ആവശ്യമില്ല. നമ്മളിതും നാളികേരപ്പാലിലല്ലേ കുഴച്ചത്, അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. പിന്നെ അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് പൊടി തൂവി സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ തവ ആദ്യം നല്ല ചൂടാവണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കുക. ചൂടില്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ പൊളച്ച് വരില്ല. ഫ്ലെയിം ഇങ്ങനെ വേണം, സിമ്മിലൊന്നും വെച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുക്കരുത് കേട്ടോ, അപ്പോൾ ഇങ്ങനെ പൊള്ളക്കില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ബൈ.